നമ്മുടെ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി 2 കിലോ ബീഫ് എടുത്ത് ചെറുതായി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 15 അല്ലി വെളുത്തുള്ളി, 3 ഇഞ്ച് നീളമുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 1 കപ്പ് തേങ്ങാക്കൊത്ത്, 1.5 കപ്പ് തക്കാളി ചെറുതായി അരിഞ്ഞത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം നന്നായി ചതച്ചത്, 2 ടീസ്പൂൺ ഗരം മസാല, 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. ഒരു പാൻ സ്റ്റവിൽ വെച്ച് ഓണാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൊടികളുടെ കളർ ചേഞ്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റാം. അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇവയെടുത്ത് നന്നായിട്ട് ചതച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ കറിവേപ്പില ഇവ ചേർത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ബീഫിലേക്ക് എല്ലാം ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എനിക്കിവിടെ 1 വിസിൽ മതിയാവും. ഇനി പാൻ സ്റ്റവിൽ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. മസാലകളൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തക്കാളി വേവുന്ന സമയത്ത് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.